ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERPയിൽ ഒരു റെസിപ്റ്റ് എൻട്രി പാസ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ വരിക. ട്രാൻസാക്ഷൻസിൽ നമുക്ക് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് ആദ്യം തന്നെ റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ പോയാൽ നമുക്ക് റെസിപ്റ്റ്, ഇൻവോയ്സ്, ഡ്യൂ റെസിപ്റ്റ്, അതുപോലെ തന്നെ ഇൻ്റർ ബ്രാഞ്ച് റെസിപ്റ്റിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ നമ്മളൊരു നോർമൽ റെസിപ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റെസിപ്റ്റിൽ പോവാം. റെസിപ്റ്റ് നമ്മൾ ഏതൊക്കെ കേസിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ പേയ്മെൻറ്റ് റെസിപ്റ്റ്സ് ആണെങ്കിലും മിസലേനിയസ് റെസിപ്റ്റ്സ് ആണെങ്കിലും അങ്ങനത്തെ ഏതൊരു ടൈപ്പ് റെസിപ്റ്റ്സ് ആണെങ്കിലും നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് എൻട്രി ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റെസിപ്റ്റിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് പ്രിവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് പുതിയൊരു റെസിപ്റ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്കിവിടെ മീതെ റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ സൈഡിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏത് പീരീഡാണോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കസ്റ്റം ഡേറ്റ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റെസിപ്റ്റ് മാത്രം ഡാറ്റ ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മളൊരു പുതിയ റെസിപ്റ്റ് അടിക്കുകയാണെങ്കിൽ നമ്മൾ റെസിപ്റ്റിൽ പോവാം. അതിനുശേഷം ഇവിടുന്ന് ക്യാഷ് ആണോ ബാങ്കാണോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ലെഡ്ജർ ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്യുക. അതല്ല ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലെഡ്ജർ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ പുതിയൊരു ലെഡ്ജർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിനുശേഷം നമ്മളിവിടെ എമൗണ്ട് എത്രയാണോ അതൊന്ന് എൻട്രി ചെയ്യുക. നറേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. ഡോക്യുമെൻറ്റ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്കതും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നോട്ട്സ് ഉണ്ടെങ്കിൽ റെസിപ്റ്റിൻ്റെ നോട്ടും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിനുശേഷം നമുക്കിതിൽ വേണമെങ്കിൽ മൾട്ടിപ്പിൾ റെസിപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അടുത്തൊരു റെസിപ്റ്റും കൂടി നമ്മളിതിൽ എൻട്രി ചെയ്യണമെങ്കിൽ ഇത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ലെഡ്ജർ ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും ഇതേപോലെ നമ്മൾ എമൗണ്ട് എത്രയാണോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ ക്രിയേറ്റ് ആയിക്കോളും. ഇത്രയാണ് നമുക്ക് ഫുജിഷ്ക ERPയിൽ റെസിപ്റ്റിൻ്റെ കേസിൽ വരുമ്പോൾ പറയാനുള്ളത്.